അന്ന് അവിടം വെച്ച് നടന്നത് ആർക്കും മറക്കാൻ പറ്റാത്തതായിരുന്നു. അവരുടെ മണ്ണിൽ, അവരുടെ ദേശത്ത് കണ്ണീരിൽ കുതിർന്നാണ് ആ വീരന്മാർ മടങ്ങിയത്. എന്നാൽ കഥ അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നില്ല. അന്ന് അവർ കൊളുത്തിവിട്ട ആ തീതാളം കത്തിപ്പടർന്ന് വലിയ കാട്ടുതീയായി. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിൽ കൂടി വിജയിച്ചു തുടങ്ങി. ചെന്നൈ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾക്കാണ് ചെന്നൈ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു കളിയിൽ കാഴ്ചവെച്ച്. അതിന്റെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടും ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗോൾ കീപ്പിലെ മാറ്റം തന്നെയാണ്. നമ്മുടെ സച്ചിൻ സുരേഷ് ഗോളി പോസ്റ്റിൽ എത്തിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ശക്തിയായി തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നിർണായക പങ്ക് വഹിച്ചത് കീപ്പർ തന്നെയാണ്. ആക്ച്വലി നമ്മുടെ കീപ്പറുടെ ആ ഒരു മാറ്റത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ഊർജ്ജം കിട്ടിയ പോലെ തന്നെയാണ്. 3 ഗോളുകൾക്കാണ് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയ താരങ്ങളാണ് നോഹ സദോയ്, ഹീസസ് സിമിനസ്, രാഹുൽ KP. കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ KP ബ്ലാസ്റ്റേഴ്സിനായി ഒരു ഗോള് കണ്ടെത്തുന്നത്. ആ ഒരു ഗോൾ തീർച്ചയായിട്ടും നോഹ സദോയ്ക്ക് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് രാഹുൽ KPക്ക് ഒരു പാസ് കൊടുത്താണ് രാഹുൽ KP അത് ഗോള് കൃത്യമായിട്ട് വലയിലെത്തി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ക്ലീൻ ഷീറ്റ് ആണ് ഹോം ഗ്രൗണ്ടിൽ ഇവിടെ വെച്ച് ചെന്നൈ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടി. തീർച്ചയായിട്ടും ശക്തമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് അഡ്രിയാൻ ലൂണ തന്റെ പഴയ കളി ശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഡിഫൻസിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഹോർംബാം കാഴ്ചവെച്ചത്. കളി ആരംഭിച്ചത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ്സിയുടെ ബോക്സിലേക്ക് നിരന്തരമായി പ്രഷർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ചെന്നൈ എഫ്സിയുടെ അറ്റാക്ക് തീർച്ചയായിട്ടും വിൽമർ ജോർഡനെ കരുതി തന്നെയായിരുന്നു. പക്ഷേ വിൽമർ ജോർഡനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് സത്യം. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം FC ഗോവയ്ക്കെതിരെയാണ്. തീർച്ചയായിട്ടും FC ഗോവയ്ക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയുടെ മണ്ണിൽ ജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് സച്ചിൻ സുരേഷ് എന്ന അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിൽ ഒരു ശക്തി കേന്ദ്രമായി നിൽക്കുന്നത്. പിന്നെ നോഹ സദോയ്, അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം കളി തുടങ്ങിയ മുതൽ എതിരാളികൾക്ക് നിരന്തരം പ്രഷർ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് നോഹ സദോയ്. അത് നോഹ കളിയിൽ ഉടനീളം തെളിയിച്ചു. അതുപോലെ തന്നെ ഹീസസ് സിമിനസ്, അദ്ദേഹം തുടർച്ചയായ 6 മത്സരങ്ങളിൽ ഗോൾ അടിച്ച് റെക്കോർഡ് സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. അടുത്ത FC ഗോവയ്ക്കെതിരെയുള്ള കളികളിലും ഇത് തന്നെ ആവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ചെന്നൈ എഫ്സിക്കെതിരെ ജയം അനിവാര്യം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. കാരണം തുടർച്ചയായ 3 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഇത്തവണ അവരുടെ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പ്രകടനം തന്നെയാണ് തുടക്കം വെച്ചത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം FC ഗോവയ്ക്കെതിരായിട്ടാണ്. അത് ഇതുപോലത്തെ ഒരു ടഫ് മാച്ച് തന്നെയായിരിക്കും. ഈ ഒരു മത്സരം നടക്കുക കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്. ഈ വരുന്ന 28-ാം തീയതി വ്യാഴാഴ്ച രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ ഒരു കടുത്ത പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. സോ നിങ്ങളെ ഒപ്പീനിയൻ താരൊക്കെ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.